പാഠം 219. ക്ഷമ ഒരു വലിയ കാര്യമാണ്. ഹലോ, അതെ, സത്യഭാമയാണ്. ഓവ്, ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതാണ്, അതൊന്നും നടക്കില്ല. ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാമെങ്കിൽ ഞാൻ കേസ് വാദിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ അഡ്വക്കേറ്റിനെ വെച്ചോളൂ. വെറുതെ എന്നെ ശല്യപ്പെടുത്താൻ വരരുതേ. പറഞ്ഞല്ലോ, മനസ്സിലായല്ലോ? കഷ്ടം. രാവിലെ ഭയങ്കര ചൂടിലാണല്ലോ വക്കീല്. എങ്ങനെ ചൂടാവാതിരിക്കും മോഹനേട്ടാ? ഒരടിപിടി കേസിന്റെ ജാമ്യാപേക്ഷയാ. ജാമ്യം എടുക്കണമെങ്കിൽ 2 ജാമ്യക്കാരെ വേണം. 2 ആളുകളെയും വിളിച്ചോണ്ട് വന്നിരിക്കുകയാണ് ഇന്നലെ പ്രതിയുടെ ചേട്ടൻ. ഒരു രേഖയില്ല, മണ്ണാങ്കട്ടയില്ല. ഇതെന്താ കുട്ടികളിയാ? ഒരിക്കലും അല്ല. ഒരു ജാമ്യാപേക്ഷ എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണല്ലോ. ആണ്. ജാമ്യക്കാരെ തിരിച്ചറിയാനുള്ള രേഖ വേണം. അവരുടെ പേരിലുള്ള കരവടച്ച രസീത് വേണം. ആ സർവേ നമ്പറുള്ള ഭൂമിയുടെ ആധാരവും വേണം. ഇതൊന്നുമില്ല. ഞാൻ പറഞ്ഞു അനിയൻ ഒരു ദിവസം കൂടെ അകത്ത് കിടക്കട്ടെ എന്ന്. നാളെ കടലാസല ശരിയാക്കിട്ട് കൊണ്ട് പോരാൻ. എന്നിട്ട് കടലാസ് ഒന്നും ശരിയായില്ലേ? ഇപ്പൊ വിളിച്ചിട്ട് പറയുക, ജാമ്യക്കാരുണ്ട്, കരവടച്ചതിന്റെ രസീതുണ്ട്, പക്ഷെ ആധാരം ബാങ്കിൽ പണയം വെച്ചിരിക്കുക. അല്ല, അങ്ങനെ സംഭവിക്കാമല്ലോ. ബാങ്കിൽ ആധാരം പണയം വെച്ചവർക്ക് പിന്നെ ജാമ്യം നിൽക്കാൻ പാടില്ല എന്നുണ്ടോ? പണയം വയ്ക്കുന്നതിന് മുന്നേ ആ ആധാരത്തിന്റെ ഒരു കോപ്പി എടുത്ത് വയ്ക്കാമായിരുന്നല്ലോ. അതുമല്ലെങ്കിൽ ആ ബാങ്കിൽ ചെന്ന് ചോദിച്ചാൽ അവരതിന്റെ ഒരു കോപ്പി എടുത്തു കൊടുക്കില്ലേ? അപ്പൊ അതിനൊന്നും വയ്യ. ഭാമേ, നീ വലിയ നിയമപണ്ഡിതയായിരിക്കും, പക്ഷെ നാട്ടിലുള്ള എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല. അറിയാൻ വയ്യാത്തവർക്ക് അറിയാവുന്നവർ പറഞ്ഞു കൊടുക്കണം, അല്ലാതെ ചാടി കടിക്കല്ല വേണ്ടത്. മോഹനേട്ടാ, ഇതെന്റെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യമാ. അതെങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് കൂടുതൽ പഠിപ്പിക്കാൻ വരില്ലേ? ഓഹോ, ഭാമേ, ഇപ്പോ നീ പറഞ്ഞിട്ട് വന്നത് വിവരക്കണം. ഓക്കെ, ഞാൻ നിന്റെ ഭർത്താവാണ്. ഓഹോ, ഭർത്താവ് സ്നേഹപൂർവ്വം ഭാര്യയ്ക്കൊരു ഉപദേശം തരുമ്പോ എനിക്കൊരു ആവശ്യമില്ല, എന്നെ ആരും പഠിപ്പിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്നത് അഹങ്കാരം അല്ല. മോഹനേട്ടാ, ഞാൻ ഒരാളുടെ ഉപദേശം സ്വീകരിക്കണമെങ്കിൽ ആ വിഷയത്തിൽ ഉപദേശിക്കുന്ന ആൾക്ക് എന്നെക്കാട്ടിലും വിവരം ഉണ്ടായിരിക്കണം. ഇപ്പോ ഇവിടുത്തെ വിഷയം ഒരടിപിടി കേസിന്റെ ജാമ്യാപേക്ഷയാണ്. ആ വിഷയത്തിൽ മോഹനേട്ടൻ എന്തറിവുണ്ട്? 0. അത് അടുത്ത വിവരക്കേട്. ഞാൻ ജാമ്യാപേക്ഷയെ പറ്റിയോ അതിന്റെ വകുപ്പിനെ പറ്റിയോ അല്ല നിന്നോട് പറഞ്ഞത്. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോ പാലിക്കേണ്ട ചില മര്യാദകളെ കുറിച്ചാണ്. നീ അയാളോട് കയർത്ത് സംസാരിച്ചത് തെറ്റായി പോയി. എങ്ങനെ കയർക്കാതിരിക്കും മോഹനേട്ടാ? ഇന്നലെ പച്ച മലയാളത്തിലാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്. അത് അയാൾക്ക് മനസ്സിലാവില്ലെന്ന് വെച്ചാ ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? ക്ഷമയ്ക്ക് പരിധികളേയില്ല. നിനക്കറിയാമോ, വില്ലേജ് ഓഫീസിൽ ഓരോ കാര്യങ്ങൾക്കായി വരുന്ന ആൾക്കാരോട് ഞാൻ എത്ര ക്ഷമയോടാണ് സംസാരിക്കുന്നത്. അവർക്കൊന്നും വില്ലേജ് ഓഫീസിലെ നടപടിക്രമങ്ങളെ കുറിച്ച് അറിവുണ്ടാവില്ല. അപ്പോ നമ്മൾ അവധാനതയോടുകൂടി വേണം പറഞ്ഞു കൊടുക്കാൻ. എനിക്കറിയാലോ വില്ലേജ് ഓഫീസറുടെ ഒരു ക്ഷമ. ആ ക്ഷമ ഞാൻ കണ്ടിട്ടുള്ള പോലെ ഈ ഭൂമിയിൽ ആരാണ് കണ്ടിട്ടുള്ളത്? എന്താ ഒരു സംശയം? ഇത്രയും ക്ഷമ എനിക്കില്ലായിരുന്നുവെങ്കിൽ പണ്ടേ നിന്റെ വായിലെ പല്ല് മുഴുവൻ താഴെ കിടത്തണേ. പക്ഷേ ഞാൻ ഒരു ഗാന്ധിയനാണ്. ഗാന്ധിജി പഠിപ്പിച്ചത് ക്ഷമിക്കാനാണ്. നിനക്കറിയാമോ, ചരിത്ര പുരുഷന്മാരായ മഹാന്മാർ ക്ഷമയുടെ പര്യായമായിരുന്നു. അതിലാരുടെയെങ്കിലും ഒക്കെ പേര് നിനക്ക് അറിയാമോ? അറിയാലോ. ഗൗതമ ബുദ്ധൻ, യേശു ക്രിസ്തു, മഹാത്മാഗാന്ധി, മോഹനകൃഷ്ണൻ. ഇത്രയല്ലേ ഉള്ളൂ? ഭാമേ, സ്നേഹപൂർവം ഒരു കാര്യം പറഞ്ഞു തരുമ്പോ കേൾക്കാൻ പഠിക്കണം. ഇപ്പോ നീ പറഞ്ഞിട്ട് പോയ ധിക്കാരം കേട്ടാൽ എന്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? മറ്റൊരാളുടെ അടുത്തും ഞാനിങ്ങനെ പറയില്ലല്ലോ. പറഞ്ഞാ നീ വിവരം അറിയും. മോഹനകൃഷ്ണൻ ഒരു മാന്യനായതുകൊണ്ടും ഭാര്യയെ തല്ലുന്നത് ശരിയല്ല എന്ന് മോഹനകൃഷ്ണന് അറിയാവുന്നത് കൊണ്ടും മാത്രമാണ് നീ ഇവിടെ രക്ഷപ്പെടുന്നത്. ഒരു സാധാരണ ഭർത്താവായിരുന്നെങ്കിൽ നീ വിവരം അറിഞ്ഞനെ. ഒരു സാധാരണ ഭാര്യയായിരുന്നെങ്കിൽ വിവരം അറിയുമായിരുന്നു. പക്ഷേ സത്യഭാമ വിവരം അറിയില്ല. കാരണം എനിക്ക് തല്ല് കിട്ടാതെ നോക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. എന്താ നീ ഉദ്ദേശിക്കുന്നത്?
നീ കേസ് കൊടുക്കൂ. അതപ്പോഴത്തെ കാര്യമില്ലേ? മോഹനേട്ടൻ എന്നെയൊന്ന് തല്ലി നോക്ക്, അപ്പൊ അറിയാലോ കാര്യം. എന്തോ തല്ലുന്നില്ലേ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഭയങ്കര ക്ഷമയാണ്. അതുകൊണ്ടാണ് നീ ഇത്രയും പ്രകോപിപ്പിച്ചിട്ടും ഞാൻ ഒന്നും ചെയ്യാതെ നിൽക്കുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഒരു ബ്രിട്ടീഷ് പോലീസുകാരൻ ഗാന്ധിജിയുടെ കരണത്തടിച്ചപ്പോ മറുകരണം കാണിച്ചു കൊടുത്തു ഗാന്ധിജി. ആ ഗാന്ധിജിയെ ബഹുമാനിക്കുന്ന ഈ മോഹനകൃഷ്ണന് നിന്നെ പോലെ എടുത്തിയാടാൻ പറ്റില്ലല്ലോ. കറക്റ്റ്. എന്റെ ജീവിതത്തിൽ ഇത്രത്തോളം പക്വതയും ക്ഷമയുമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടേയില്ല. മോഹനേട്ടനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. സമയം 9 ആവുന്നു. ആഫീസിൽ പോകാൻ വല്ല പരിപാടി ഉണ്ടെങ്കിൽ വേഗം റെഡി ആവാൻ നോക്ക്. എനിക്ക് അതുകളെ പണിയുണ്ട്. ക്ഷമ പഠിപ്പിച്ചു തരാൻ പറ്റിയ ഒരാളും. ഓഹോ, നമസ്കാരം സാറേ. നമസ്കാരം. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഞാൻ ഗോപാലിനോട് സംസാരിച്ചിട്ടുണ്ട് സാറേ. പക്ഷേ 40 ലക്ഷത്തിൽ നിന്ന് 1 രൂപ പോലും കുറയ്ക്കൂലെന്നാണ് അവൻ പറയുന്നത്. ഒരു 2 ലക്ഷം രൂപയെങ്കിലും കുറച്ചുകൂടെ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയാണ്, മോഹനേട്ടൻ സാറിന്റെ പൂത്ത കാശുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ നക്കിത്തനം കാണിക്കുന്നതെന്ന്. ഓഹോ, ഗോപാലൻ അങ്ങനെ പറഞ്ഞു. അപ്പോ അടുത്ത വർഷം കരമടയ്ക്കാൻ അവൻ വില്ലേജ് ഓഫീസിലേക്ക് വരട്ടെ. കാണിച്ചു കൊടുക്കാൻ സാറേ ഈ പറയുമ്പോഴേ ഈ ഗോപാലിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ അഭിപ്രായത്തിൽ ഗോപാലന്റെ വീടും സ്ഥലവും ഈ 40 ലക്ഷം രൂപയ്ക്ക് ഉണ്ടെന്ന്. സാറിന്റെ കയ്യിൽ കാശും ഉണ്ട്. ഉള്ള നേരത്തെ ആ കാശങ്ങ് കൊടുത്തിട്ട് ആ വീട് സ്ഥലവും സ്വന്തം പേരിൽ എഴുതുന്നതാണ് മിടുക്ക്. മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. 40 ലക്ഷം രൂപയ്ക്ക് ആ വീട് എന്റെ തലയിൽ കെട്ടിവെക്കാൻ ഗോപാലകൃഷ്ണൻ ഉത്തമൻ എത്ര കമ്മീഷൻ തന്നു? സാർ വെറുതെ ദൈവദോഷം പറയല്ലേ. കച്ചവടത്തിൽ നിന്ന് കമ്മീഷൻ വാങ്ങാറുണ്ട് ഞാൻ. പക്ഷെ സാർ ഈ പറയുന്ന പോലെ ആളെ പറ്റിക്കാറൊന്നും ഇല്ല ഞാൻ. സാറേ, ഈ കച്ചവടം നടത്തിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും നേടാനൊന്നും ഇല്ല. 40 ലക്ഷത്തിന് ആ കെട്ടിടം വാങ്ങാൻ റെഡി ആയിട്ടുള്ള എത്രയോ കക്ഷികൾ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. മാന്യമായിട്ടുള്ള കമ്മീഷനും തരും. സാറിന് ഞാൻ ആ വീട് ശരിയാക്കി തന്നാൽ സാർ എനിക്ക് 10 രൂപ പോലും കമ്മീഷൻ തരൂലെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും വല്ലപ്പോഴും ധൈര്യമായിട്ട് വില്ലേജ് ഓഫീസിൽ കയറി വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയാമല്ലോ എന്നൊരൊറ്റ ചിന്ത കൊണ്ടാണ് ഞാൻ ഈ ഏർപ്പാടിന് സാറിന്റെ കൂടെ നിൽക്കുന്നത്. ഓഹോ, അപ്പോ എന്നെ വീട് വാങ്ങാൻ സഹായിച്ച് ഒടുവിൽ ആ സഹായത്തിന്റെ പേരിൽ വില്ലേജ് ഓഫീസിൽ വന്ന് ഓരോരോ കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കാമെന്നാണോ ഉത്തമന്റെ വിചാരം? അത് നടക്കില്ല. ഞാൻ സാറിന്റെ മുഖത്ത് നോക്കി ഒരു കാര്യം പറഞ്ഞ വിഷമം തോന്നരുത്. ഈ ജമ്മത്ത് സാറിന് വീട് വാങ്ങാൻ പോകുന്നില്ല. ലംബോദരൻ പിള്ളയുടെ സകല തോന്നിവാസം സഹിച്ച് ഇവിടെ ഈ വീട്ടിൽ തന്നെ സാറ് കഴിയേണ്ടി വരും. അത് ഞാൻ സഹിച്ചു. വീട് വാങ്ങുന്ന കാര്യത്തിലെന്നല്ല, ഒരു കാര്യത്തിലും എനിക്ക് ഉത്തമന്റെ ഒരു സഹായം വേണ്ട. അഹങ്കാരി. ഇയാളിത് എന്തോന്ന് ജന്മം ഇത്? ക്ഷമയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം. ക്ഷമയുടെ കാര്യത്തിൽ ഞാൻ മഹാത്മാഗാന്ധിക്ക് ഒപ്പമാണ്. ഒരുപക്ഷെ ഗാന്ധിജി ജനിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാനായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആവേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നാവ് വായിലേക്കിട്ടില്ല. അതിനു മുന്നേ ആ പാവ ഉത്തമന്റെ നെഞ്ചത്ത് കയറി. പറഞ്ഞു വരുമ്പോ ഉത്തമൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഒരു ഗോപാലൻ ഒരു വീട് വിൽക്കാനായി തീരുമാനിക്കുന്നു. വീട് വാങ്ങാനായി കഴിഞ്ഞ 4 വർഷമായി തേരാപാരാ നടക്കുന്ന വില്ലേജ് ഓഫീസർക്ക് ആ വീട് വേണോ എന്ന് ബ്രോക്കറായി ഉത്തമൻ ഒന്ന് അന്വേഷിച്ചു പോയി. ആ വീടിന് 40 ലക്ഷം വേണമെന്ന് ഗോപാലൻ പറയുന്നു. 38-ൽ കൂടുതൽ കൊടുക്കില്ല എന്ന് വില്ലേജ് ഓഫീസർ. വിൽക്കാൻ വെച്ചിരിക്കുന്നവന് അവന് ഇഷ്ടമുള്ള വില പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അതിനാ പാവ ബ്രോക്കർ എന്ന് വിളിച്ചു. വിൽക്കാൻ വെച്ചിരിക്കുന്ന ഗോപാലനെ പോലെ വാങ്ങാൻ ചെല്ലുന്ന മോഹനകൃഷ്ണനുമുണ്ട് സ്വാതന്ത്ര്യം. ആ വീട് 38 ലക്ഷം രൂപയ്ക്ക് കിട്ടിയാലേ വാങ്ങാൻ പറ്റൂ എന്ന് തീരുമാനിക്കാൻ. ആര് പറഞ്ഞില്ലെന്ന്? അപ്പൊ പിന്നെ 40 ലക്ഷം രൂപയാണ് വിലയെങ്കിൽ എനിക്ക് ആ വീട് വേണ്ടാന്ന് പറഞ്ഞ് ഒഴിഞ്ഞാ പോരായിരുന്നു. അല്ലാതെ ആ ഉത്തമന്റെ നെഞ്ചത്ത് കയറുന്നത് എന്തിനാണ്? ഒരു കാര്യമില്ലാതെ നാട്ടുകാരുടെ നെഞ്ചത്ത് കയറുന്ന മോഹനേട്ടനാണ് ക്ഷമയുടെ പര്യായം. അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നത്? എനിക്ക് ക്ഷമയില്ല എന്നാണോ? ക്ഷമ എന്ന വാക്കിന്റെ അർത്ഥം പോലും മോഹനേട്ടന് അറിയില്ല. എനിക്ക് ക്ഷമയുണ്ടെന്ന് ഞാൻ തെളിയിച്ചാലോ? അത് ഭയങ്കര പാടായിരിക്കില്ല. ഹമേ, നിനക്കറിയാമോ എന്തുകൊണ്ടാണ് ഞാൻ പലപ്പോഴും കയർത്ത് സംസാരിക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാ? ഞാൻ ചെറുതായിട്ടൊന്നയഞ്ഞാൽ നീ വലിയ അപകടങ്ങളിൽ ചെന്ന് ചാടും. അതുകൊണ്ട് മാത്രമാണ്. ശരി, അപ്പോ മോഹനേട്ടന് ക്ഷമയുണ്ട് എന്ന് തെളിയിക്കാൻ പോവുകയാണ്. തീർച്ചയായും.
എങ്ങനെയാണ് തെളിയിക്കാൻ പോകുന്നത്? ഇന്നൊരു ദിവസം മുഴുവൻ ഞാൻ ആരോടും ദേഷ്യപ്പെടില്ല. എന്തൊക്കെ പ്രശ്നമുണ്ടായാലും ക്ഷമിക്കും. എന്താണ് ചിരിക്കുന്നത്? അറബിക്കടലിലെ വെള്ളം പറ്റിപ്പോയി എന്ന് പറഞ്ഞാലും ഞാൻ ചിലപ്പോ വിശ്വസിക്കും. പക്ഷേ മോഹനേട്ടൻ ദേഷ്യപ്പെടില്ല എന്ന് പറഞ്ഞ് എനിക്കത് വിശ്വസിക്കാൻ പറ്റുമോ? ദൈവം മോഹനേട്ടനെ സൃഷ്ടിച്ചത് തന്നെ ദേഷ്യപ്പെടാൻ വേണ്ടിട്ടല്ലേ? ദേഷ്യപ്പെടില്ല എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടില്ല. ഉറപ്പാണല്ലോ. ഉറപ്പ്. വാക്ക് അവസാനം മാറ്റരുത്. മോഹനേഷ വാക്ക് പറഞ്ഞ വാക്കാ. നീ പോയി കൈക്ക് എന്തെങ്കിലും എടുത്ത് നോക്കിയേ, എനിക്ക് ആഫീസിൽ പോണം. ഫോൺ ബെല്ലടിക്കുന്നു.